ഇത്തിക്കര ഭാഗത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ബസ് സ്റ്റോപ്പ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അത് ഇതിൻ്റെ കൂര മൊത്തവും തകരങ്ങളെല്ലാം പറന്നു പോകുന്ന കണ്ടീഷനാണ്. ജനങ്ങൾക്ക് അപകട ഭീഷണിയാണ്. നടന്നു വരുന്ന വഴിയാണ്, യാത്രക്കാർ ഒരുപാട് ഉള്ളൊരു ഭാഗമാണിത്. എന്തായാലും ഇതിങ്ങനെ ഒരു സ്ഥിതി കിടക്കുകയാണ്. അതുമാത്രമല്ല, കാറ്റടിച്ച് ജനങ്ങളുടെ നേകത്തേക്ക് വീണ് കഴിഞ്ഞാൽ വലിയൊരു മുറിവ് തന്നെ പറ്റും. വലിയൊരു അപകടമാണ്. അപ്പോൾ അതിൻ്റെ ചവിട്ടിലേക്ക് വലിയൊരു തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇതിൻ്റെ പഞ്ചായത്തോ വാർഡ് കൗൺസിലർമാരൊക്കെ അറിയുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ കൂര വളരെയേറെ അപകട ഭീഷണി നിൽക്കുകയാണ്. വിദ്യാർത്ഥികൾ, കുട്ടികൾ മഴക്കാലത്ത് ഇതിനെ അഭയം തേടുന്നതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ തണൽ പറ്റിയോ മഴ കാലഘട്ടങ്ങളിലൊക്കെ ബസ് സ്റ്റോപ്പ് എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. പക്ഷേ ഇവിടെ ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു അപകട ഭീഷണിയാണ്. ഒരു തണൽ തേടിയ അല്ലെങ്കിൽ ഒരു മഴ നനയാതെ ഓടിയെത്തുന്ന നമുക്ക് ഉപകാരം ഉണ്ടാകുന്ന ഒരു ബസ് സ്റ്റോപ്പിൻ്റെ സ്ഥിതി ഇതാണ്. ഇതെന്തായാലും പ്രിയപ്പെട്ടവരിത് കാണുന്നുണ്ടെങ്കിൽ, പഞ്ചായത്ത്, ഇവിടുത്തെ വാർഡ് കൗൺസിലർ, പൊതുപ്രവർത്തകരിത് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതില്ലെങ്കിൽ കുഞ്ഞു കുട്ടികളടക്കമാണ് സ്കൂളിൽ പോകുന്നതാണ്. ഇത് പറന്നവരെ നേരത്തേക്ക് പതിച്ചാൽ കണ്ണോ കഴുത്തൊക്കെ അറ്റ് മാറിപ്പോകുന്ന ഒരു സ്ഥിതിയാണ്. അത് പ്രിയപ്പെട്ടവരെ, ഇപ്പം മഴക്കാലത്ത് ഉണ്ടാവും ഒരുപാട് പേര് നനയുന്നുണ്ട്. അപ്പം ഒരുപാട് പേര് സഹായം അല്ലെങ്കിൽ ഒരു പക്ഷേ വലിയൊരു ഉപകാരം ഉണ്ടാകുന്ന. പക്ഷേ ഇവിടെ മറ്റ് കടകളൊന്നുമില്ല. ബസ് സ്റ്റോപ്പിലേക്ക് മാത്രം മാറി നിൽക്കാൻ പറ്റുന്ന ഇടമാണ്. ചാത്തന്നൂരൊക്കെ പോകുന്ന ബസ് സ്റ്റോപ്പാണ്. തിരുവനന്തപുരം ഇത്തിക്കരയ്ക്ക് ഇപ്പുറം ലെഫ്റ്റ് സൈഡിലാണ് ഈ ബസ് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ ഒരു ഗതികേടാണ് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ. വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് നമ്മളെ കൊല്ലം ഇത്തിക്കരെ കാണുന്ന ദൃശ്യങ്ങൾ. ഒരു അപകട ഭീഷണി തന്നെയാണ് പ്രിയപ്പെട്ടവരെ. അമ്മച്ചി എത്ര നാളുകൊണ്ടായി ഇത് ഇളകി കിടക്കുന്നത്? ആ, 2 വർഷത്തോളമായി ഇത് ഇളകി കിടന്നിട്ട്. ഇത് കാറ്റടിച്ച് ഇങ്ങോട്ട് വന്ന് പറന്ന് വീഴത്തില്ലേ? അപ്പോൾ അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ നിൽക്കാൻ പറന്ന് നേരത്തെ അടിച്ച ഒരു രക്ഷയില്ല. അവരെ കഴുത്തറ്റു പോകും. എന്ന് വെച്ചാൽ അത്ര ബ്ലേഡ് കണക്കിരിക്കുന്ന സാധനം. വലിയൊരു അപകടമാണ്. എന്തായാലും ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾ അല്ലെങ്കിൽ ഈ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇവിടുത്തെ പൊതു പ്രവർത്തകർ, വാർഡ് കൗൺസിലർ ഇതറിയുന്നതിന് ശ്രദ്ധിക്കുന്നെങ്കിൽ, ഈ വീഡിയോ കാണുന്നെങ്കിൽ, ഇത് വൻ ദുരന്തമാണ്. വലിയൊരു അപകട ഭീഷണിയാണ്. യാത്രക്കാരെ നേരത്തെ എപ്പോഴും പതിക്കാം. ഇത് എല്ലാ ഇളവും ഇരിക്കുകയാണ്. ചെറിയൊരു കാറ്റടിച്ചാൽ മതി. വർഷങ്ങളായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വർഷമായിട്ട് ഇതിങ്ങനെ. എന്തായാലും വീഡിയോകൾ ഷെയർ ചെയ്യുക, ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവർക്കും എത്തിക്കുക. അർജൻറ്റായിട്ട് വന്ന് നിൽക്കുമ്പോഴാണ്, മഴയൊക്കെയാണ്, ഇവിടെ ഓടി നിൽക്കാൻ വേറെ സ്ഥലമില്ല. ഈ ബസ് സ്റ്റോപ്പാണ് എല്ലാവർക്കും ഒരു ഇടമെന്ന് പറയുന്നത്, ഒരു തണലെന്ന് പറയുന്നത് ഈ ബസ് സ്റ്റോപ്പാണ്. അപ്പം ഇത്തിക്കരയിൽ നിന്നും ക്യാമറമാൻ വിനു കുമാറിനോടൊപ്പം കെ മേടിക്കണ്ട്, കൊല്ലത്തു നിന്നും ശില്പി രാജേന്ദ്ര പ്രസാദ്.